ചേലക്കര നിയോജക മണ്ഡലത്തിലേക്ക് നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് നിർണായകമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സംസ്ഥാനത്ത് നികുതി വർദ്ധിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് വി.ഡി. സതീശൻ. തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ ഇലക്ട്രിക് കടയിൽ തീപിടുത്തം. ലൈറ്റിംഗ് ഫാക്ടറി എന്ന കടയ്ക്കാണ് തീപിടിച്ചത്. രണ്ടാംഘട്ട നവീകരണ പ്രവൃത്തികൾ പൂർത്തിയായ ആകാശപാത ഉടൻ തുറന്നു നൽകും. AC ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള ആധുനിക സജ്ജീകരണങ്ങളോടെയാണ് ആകാശപാതയുടെ രണ്ടാം വരവ്. പുലിക്കളി ഒഴിവാക്കിയ തൃശൂർ കോർപ്പറേഷന്റെ തീരുമാനത്തിനെതിരെ പുലിക്കളി സംഘങ്ങൾ. തീരുമാനം പുനഃപരിശോധിക്കണമെന്ന സംയുക്ത സമിതി. കുമ്മാട്ടി മഹോത്സവം നടത്താൻ തൃശൂരിൽ ചേർന്ന ഒരു വിഭാഗം കുമ്മാട്ടി കൂട്ടായ്മ യോഗത്തിൽ തീരുമാനം. തൃശൂരിൽ ആഭരണ നിർമ്മാണ തൊഴിലാളികളെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ 2 പേർ കൂടി പിടിയിൽ. മൂലമറ്റം സ്വദേശികളായ നന്ദു ദീപം, സാംസൺ പീറ്റർ എന്നിവരാണ് പിടിയിലായത്. പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ട മയക്കുമരുന്ന് കേസിലെ പ്രതി അജിത് കിഷൻ പെരേര നേവിയുടെ പിടിയിലായി. ബോട്ടിൽ ശ്രീലങ്കയിലേക്ക് കടക്കുന്നതിനിടയിലാണ് പ്രതി പിടിയിലായത്. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ചേലക്കര നിയോജക മണ്ഡലത്തിലേക്ക് നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് നിർണായകമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. പുത്തൂരിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂരിലെ തോൽവി സംബന്ധിച്ച് ജില്ലയിലെ നേതൃത്വത്തെ പാർട്ടി പ്രവർത്തകരും അനുഭാവികളും തെറ്റുകാരായാണ് കാണുന്നത്. ആ തെറ്റിദ്ധാരണ മാറണമെങ്കിൽ ചേലക്കര നിയോജക മണ്ഡലം തിരിച്ചുപിടിച്ചാൽ മതിയാകൂ എന്നും സതീശൻ പറഞ്ഞു. ജില്ലയിലെ നേതാക്കൾ വിചാരിച്ചാൽ മാത്രമേ അത് നടക്കുകയുള്ളൂവെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. DCC പ്രസിഡന്റ് വി.കെ. ശ്രീകണ്ഠൻ MP അധ്യക്ഷത വഹിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്ന വീഴ്ചയിൽ നിന്നും പാഠം ഉൾക്കൊള്ളുവാൻ നേതാക്കന്മാരും പ്രവർത്തകരും തയ്യാറാകണമെന്ന് വി.കെ. ശ്രീകണ്ഠൻ പറഞ്ഞു. ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നഷ്ടപ്പെട്ട ഐക്യം വീണ്ടെടുക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ പറഞ്ഞു. വൈരാഗ്യബുദ്ധിയോടെയുള്ള പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നും TU രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. AICC ജനറൽ സെക്രട്ടറി വിശ്വനാഥ് പെരുമാൾ, ബെന്നി ബെഹനാൻ MP, KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ, മുൻ DCC പ്രസിഡന്റ് ജോസ് വെള്ളൂർ, മുൻ MLA-മാരായ MP വിൻസെന്റ്, അനിൽ അക്കര തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തു. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സംസ്ഥാനത്ത് നികുതി വർദ്ധിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. പുത്തൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനം നേരിടുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഇനി നികുതി വർദ്ധിപ്പിച്ചാൽ ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല. ധനകാര്യ വകുപ്പ് എല്ലാം വെട്ടിക്കുറയ്ക്കുകയാണ്. പദ്ധതി വിഹിതങ്ങളെ സംബന്ധിച്ച് ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. മാവേലി സ്റ്റോറുകളിൽ ഇപ്പോഴും സാധനങ്ങളില്ല. ഇതിനെതിരെ നടപടിയൊന്നുമില്ല. ഓണക്കാലത്താണ് സർക്കാർ വിലക്കയറ്റം നിയന്ത്രിക്കേണ്ടത്. CPM-ന്റെ PR വർക്ക് കൊണ്ട് വിശപ്പ് മാറില്ലെന്നും സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി വീണ്ടും രൂക്ഷമാവുകയാണ്. സംസ്ഥാനത്തെ പദ്ധതി ചെലവുകൾ തന്നെ നിയന്ത്രിക്കുകയാണ്. ബജറ്റിൽ അനുവദിച്ച വർക്കുകൾ പോലും അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഭരണാനുമതി കൊടുക്കേണ്ട ഘട്ടത്തിൽ ധനകാര്യ വകുപ്പിൽ നിന്ന് പ്രത്യേക ഉത്തരവിറക്കി ഇതിനൊന്നും ഇപ്പോൾ ഭരണാനുമതി കൊടുക്കേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു പ്ലാൻ A ഇല്ലെങ്കിൽ പ്ലാൻ B ഉണ്ടാവുന്നു. ഇനിയും വീണ്ടും ചാർജുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയാൽ അതിനെ ശക്തിയായി എതിർക്കും. പരമാവധി ചാർജുകളും നികുതിയും ഒക്കെ വർദ്ധിപ്പിച്ചാണ് ഇരിക്കുന്നത്. ധനകാര്യ വകുപ്പിൻ്റെ ഏക പരിപാടി ഇപ്പോൾ വെട്ടിക്കുറയ്ക്കൽ മാത്രമാണ്. പദ്ധതി തുക വെട്ടിക്കുറയ്ക്കുക, ബജറ്റിൽ അനുമതി കിട്ടിയ പദ്ധതികൾ ഇല്ലാതാക്കുക. ഇതൊരു ശരിയായ നടപടിയല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഗഡു മാത്രമാണ് കൊടുത്തത്. 2ാം ഗഡുവും 3ാം ഗഡുവും കൊടുത്തിട്ട് ട്രഷറി പൂട്ടുകയും ട്രഷറി ബാൻ ഏർപ്പെടുത്തുകയും ചെയ്യും. മാവേലി സ്റ്റോറിൽ ഇപ്പോഴും സാധനമില്ല. മരുന്നുകൾ ആവശ്യത്തിനുള്ള മരുന്നില്ല. ഇതെല്ലാം സർക്കാർ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഒരു നടപടി ഇത് പരിഹരിക്കാൻ വേണ്ടി ചെയ്യുന്നില്ല. മാർക്കറ്റിലെ വില കുറയ്ക്കാൻ, കൃത്രിമ വിലക്കയറ്റം ഇല്ലാതാക്കാൻ ഒക്കെ നടപടി സ്വീകരിക്കേണ്ട സമയത്ത് 5 നയാ പൈസ കയ്യിലില്ല. നികുതി വരുമാനം വർദ്ധിപ്പിക്കാനും തയ്യാറാവുന്നില്ല. രൂക്ഷമാണ് പ്രശ്നം. തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ ഇലക്ട്രിക് കടയിൽ തീപിടുത്തം. കേരള ഭവൻ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ലൈറ്റിംഗ് ഫാക്ടറി എന്ന കടയ്ക്കാണ് തീപിടിച്ചത്. 1ാം നിലയിലെ സ്വിച്ച് ബോർഡിൽ നിന്നാണ് തീ പടർന്നത്. ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾക്കും പാക്കിംഗ് സാമഗ്രികളിലേക്കും തീപിടിച്ചു. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. കുറുക്കഞ്ചേരി സ്വദേശി അനീഷിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കട. പുക വരുന്നത് കണ്ട് നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഷട്ടർ പൊളിച്ച് അകത്ത് കടന്ന ഫയർഫോഴ്സ് സംഘം തീ അണച്ചു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അനിൽകുമാർ, ഷാനവാസ്, ഹരികുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. നവീകരണ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലായ തൃശൂരിലെ ആകാശപാത ഉടൻ തുറന്നു നൽകും. AC ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള ആധുനിക സജ്ജീകരണങ്ങളോടെയാണ് ആകാശപാതയുടെ രണ്ടാം വരവ്.
നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി തൃശൂർ കോർപ്പറേഷൻ ശക്തൻ നഗറിൽ നിർമ്മിച്ച ആകാശപാത കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിലാണ് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയത്. 279 മീറ്റർ നീളത്തിൽ വൃത്താകൃതിയിലുള്ള ഈ പാതയാണ് സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയ ആകാശപാത. 4 പ്രധാന റോഡുകൾ, 4 ദിക്കിലായി സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റാൻഡ്, പച്ചക്കറി മാർക്കറ്റ്, മത്സ്യമാംസ മാർക്കറ്റ്, ഗോൾഡൻ ഫ്ലീ മാർക്കറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ആകാശപാത സ്ഥിതി ചെയ്യുന്നത്. തുറന്നുകൊടുത്ത് ഏതാനും മാസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് രണ്ടാം ഘട്ട പ്രവൃത്തികൾക്കായി ആകാശപാത അടച്ചിട്ടത്. ഗ്ലാസോടുകൂടി നവീകരിച്ച് പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്തു. ഭാഗികമായി സോളാർ പാനലുകളും 4 റോഡുകളിലായി ലിഫ്റ്റുകളും സുരക്ഷാ നിരീക്ഷണത്തിനായി CCTV ക്യാമറകളും സ്ഥാപിച്ചു. നേരത്തെ ജൂൺ അവസാനത്തോടെ തുറന്നു നൽകാൻ ആലോചിച്ചിരുന്നെങ്കിലും പ്രവൃത്തികളിൽ കാലതാമസം വന്നതോടെ നടന്നില്ല. ഓണത്തോടടുക്കുന്ന വേളയിൽ പ്രവൃത്തികൾ വേഗം പൂർത്തിയാക്കി ഈ മാസം തന്നെ തുറന്നു നൽകാനാണ് കോർപ്പറേഷന്റെ തീരുമാനം. ആകാശപാത എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കണമെന്നതാണ് എൻഡിങ് കൺസെപ്റ്റ്. ഇപ്പൊ അവിടെ 4 ലിഫ്റ്റുകൾ വെച്ചിട്ടുണ്ട്. അതിന്റെ പണിയൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. റോഡിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ പാടില്ലാത്ത വിധത്തിൽ ഡിവൈഡർ വെക്കണം, ബാരിക്കേഡുകൾ കെട്ടണം, ഉണ്ടാക്കണം. അത് കഴിഞ്ഞാൽ അടിയന്തരമായി തുറക്കണം എന്നതിന് ഞങ്ങളുടെ ആഗ്രഹം. ഓണത്തിന് മുമ്പ് തുറക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ദിവസേന 50,000 പേരെങ്കിലും ഇതിലൂടെ കടന്നുപോകും എന്നാണ് കോർപ്പറേഷന്റെ കണക്കുകൂട്ടൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആകാശപാതയിൽ കോഫി പാർലറുകൾ അടക്കമുള്ള ചെറു ഷോപ്പുകൾ സ്ഥാപിക്കാനും ഇതുവഴി വരുമാനം കണ്ടെത്താനും പദ്ധതിയുണ്ട്. ഈ ഘട്ടത്തിൽ അത് പൂർത്തീകരിക്കാനായിട്ടില്ലെങ്കിലും അതിന്റെ നടപടിക്രമങ്ങളുമായി കോർപ്പറേഷൻ മുന്നോട്ട് പോവുകയാണ്. പലരും ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നിയമാനുസൃതമായി മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാർക്കാണ് ഇതിൽ താല്പര്യം, ഇത് വരുമ്പോൾ ഏത് തരത്തിലാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന്റെ പല ആൾക്കാരും റെസ്പോൺസ് ചെയ്യുന്നു. പണി പൂർത്തിയായിട്ട് ആൾക്കാർ കയറി അതിനകത്തൂടെ പോകുന്ന മുറയ്ക്ക് ബാക്കി സ്ഥലം നമ്മളത് ഉപയോഗിക്കും. ഏകദേശം 12 കോടി രൂപ ചെലവഴിച്ചാണ് കോർപ്പറേഷന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ ആകാശപാത ഈ വിധം യാഥാർത്ഥ്യമാക്കിയത്. പൂർണ്ണതോതിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്നതോടെ പാതയിലെ വൈദ്യുതി ചിലവും ഒഴിവാക്കാനാകും. AC-യും ലിഫ്റ്റുമെല്ലാമായി നവീകരിച്ച് തുറന്നു കൊടുക്കുന്നതോടെ തൃശ്ശൂരിൻ്റെ നഗരക്കാഴ്ചകൾക്ക് പുത്തൻ അനുഭവമായിരിക്കും ഈ ആകാശപാത സമ്മാനിക്കുക. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി ഒഴിവാക്കിയ തൃശൂർ കോർപ്പറേഷന്റെ തീരുമാനത്തിൽ വ്യക്തത വേണമെന്ന് പുലിക്കളി സംഘങ്ങൾ. ഓണാഘോഷത്തോടനുബന്ധിച്ച് നാലോണ നാളിൽ നഗരത്തിൽ നടത്തുന്ന പുലിക്കളി ഉത്സവത്തിന്റെ പ്രവർത്തനങ്ങൾ പകുതി പിന്നിട്ട വേളയിലാണ് പുലിക്കളി അടക്കമുള്ള ഓണാഘോഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള കോർപ്പറേഷന്റെ തീരുമാനം വന്നത്. എന്നാൽ സംഘാടക സമിതി രൂപീകരിച്ച് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ പല സമിതികളും ഫ്ലക്സുകളും നോട്ടീസും വരെ ഇറക്കി. ഇതുമൂലം ഓരോ സംഘങ്ങൾക്കും നിലവിൽ വൻ സാമ്പത്തിക ബാധ്യതയാണുള്ളത്. പുലിക്കളി നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങളിൽ സംഘാടക സമിതിയുടെ നിലപാട് ചോദിക്കുകയോ യോഗം വിളിക്കുകയോ ചെയ്യാതെയാണ് സർക്കാർ ഉത്തരവിന്റെ പേരിൽ പുലിക്കളി കോർപ്പറേഷൻ ഉപേക്ഷിച്ചത്. ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും സംഘങ്ങളുടെ അഭിപ്രായം അറിയുന്നതിന് യോഗം വിളിക്കണമെന്നുമാണ് തൃശൂരിൽ ചേർന്ന പുലിക്കളി സംഘങ്ങളുടെ സംയുക്ത യോഗം ആവശ്യപ്പെട്ടത്. ഓണത്തോടനുബന്ധിച്ച് കുമ്മാട്ടി മഹോത്സവം നടത്താൻ തൃശൂരിൽ ചേർന്ന ഒരു വിഭാഗം കുമ്മാട്ടി കൂട്ടായ്മ യോഗത്തിൽ തീരുമാനം. വയനാടിനൊപ്പം നിന്നുകൊണ്ട് തന്നെ കുമ്മാട്ടി നടത്തുവാനാണ് കുമ്മാട്ടി സംഘങ്ങളുടെ സംയുക്ത യോഗത്തിലെ തീരുമാനം. കുമ്മാട്ടി നടത്തിപ്പിന്റെ ഒരു വിഹിതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്നും ജില്ലാ കുമ്മാട്ടി കൂട്ടായ്മ ഭാരവാഹികൾ അറിയിച്ചു. കലാകാരന്മാരുടെ മാനുഷിക പരിഗണനയും കുമ്മാട്ടി സംഘങ്ങളുടെ അഭിപ്രായവും മുൻനിർത്തിയാണ് തീരുമാനമെടുത്തത്. സർക്കാർ ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കിയതിനു പിന്നാലെ തൃശൂർ കോർപ്പറേഷനും പുലിക്കളി, കുമ്മാട്ടി അടക്കമുള്ള ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കുവാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പുലിക്കളി സംഘങ്ങൾ രംഗത്തെത്തിയിരുന്നു. ഇതിനും പിന്നാലെയാണ് കുമ്മാട്ടി സംഘങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത്. യോഗത്തിൽ 36 കുമ്മാട്ടി സംഘങ്ങൾ പങ്കെടുത്തു. അതേസമയം തൃശൂർ കിഴക്കുംപാട്ടുകര വടക്കുമുറി ദേശ കുമ്മാട്ടിയുടെ നേതൃത്വത്തിൽ നടത്താനിരുന്ന എല്ലാ ഓണാഘോഷ പരിപാടികളും ഘോഷയാത്രയും ഒഴിവാക്കിയതായി ഭാരവാഹികൾ അറിയിച്ചു. മൂന്നോണ നാളിൽ പനമുക്കുംപള്ളി ക്ഷേത്രത്തിൽ ചടങ്ങ് മാത്രമായി കുമ്മാട്ടി നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. തൃശൂരിൽ ആഭരണ നിർമ്മാണ തൊഴിലാളികളെ സ്വർണം വാങ്ങാനെന്ന പേരിൽ ഹോട്ടലിലെത്തിച്ച് ആക്രമിച്ച ആഭരണങ്ങൾ കവർന്ന കേസിൽ 2 പേർ കൂടി പിടിയിലായി. മൂലമറ്റം സ്വദേശികളായ നന്ദു, ദീപം, സാംസൺ പീറ്റർ എന്നിവരെയാണ് പിടികൂടിയത്. മുഖ്യപ്രതിയടക്കം 3 പേരെ നേരത്തെ പിടികൂടിയിരുന്നു. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 5 ആയി. തൃശൂർ KSRTC സ്റ്റാൻഡ് സമീപത്തെ ലോഡ്ജിൽ വെച്ച് ആഭരണ നിർമ്മാണ തൊഴിലാളികളെ ആക്രമിച്ച് 40 ലക്ഷം രൂപയുടെ 632 ഗ്രാം സ്വർണമാണ് പ്രതികൾ കവർന്നത്. കഴിഞ്ഞ മാസം 23-ാം തീയതി രാത്രിയിലായിരുന്നു സംഭവം.
തൃശൂരിലെ കോടതിയിൽ നിന്ന് പോലീസിനെ വെട്ടിച്ചു കടന്ന മയക്കുമരുന്ന് കേസിലെ പ്രതിയായ ശ്രീലങ്കൻ സ്വദേശി അജിത് കിഷൻ പെരേര പിടിയിലായി. കന്യാകുമാരിയിൽ നിന്ന് മോഷ്ടിച്ച ബോട്ടിൽ കടൽമാർഗം രക്ഷപ്പെടുവാൻ ശ്രമിക്കുമ്പോഴാണ് പിടിയിലായത്. ശ്രീലങ്കൻ സേനയാണ് അജിത് കിഷൻ പെരേരയെ പിടികൂടിയത്. പ്രതിക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. മിയൂർ ജയിലിൽ നിന്ന് അയ്യന്തോൾ കോടതിയിൽ ഹാജരാക്കുവാൻ കൊണ്ടുവന്നപ്പോഴാണ് പ്രതി രക്ഷപ്പെട്ടത്. മുൻമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു. 71 വയസ്സായിരുന്നു. താനൂരിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു. താനൂർ, തിരൂരങ്ങാടി മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച് 3 തവണ MLA ആയിരുന്നു. മുൻ കേന്ദ്രമന്ത്രി കെ നട്വർ സിംഗ് അന്തരിച്ചു. 95 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് 2 ആഴ്ചയോളമായി ഹരിയാന ഗുരുഗ്രാമിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മൻമോഹൻ സിംഗ് മന്ത്രിസഭയിലെ വിദേശകാര്യ മന്ത്രിയായിരുന്നു. രാജീവ് ഗാന്ധി മന്ത്രിസഭയിലെ സഹമന്ത്രിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. തൃശൂർ മുണ്ടൂരിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ കൂടി മരിച്ചു. കാർ യാത്രികൻ കൊല്ലം കുളത്തുപുഴ സ്വദേശി 60 വയസ്സുള്ള ഷെരീഫാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഷെരീഫിനെ വിദഗ്ധ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് കൊണ്ടുപോകും വഴി റാന്നിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. ശനിയാഴ്ച പുലർച്ചെ തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഷെരീഫിന്റെ ഭാര്യ 53 വയസ്സുള്ള ഷെരീഫ ഇന്നലെ മരിച്ചിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ഫൈസലിന് പരിക്കേറ്റിരുന്നു. തൃശൂരിൽ ഫുട്ബോൾ കളിക്കിടെ ബോൾ അടിച്ചു വീണ് കോളേജ് വിദ്യാർത്ഥി മരിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ 1ാം വർഷ ബികോം വിദ്യാർത്ഥി 18 വയസ്സുള്ള മാധവാണ് മരിച്ചത്. ടർഫിൽ കളിച്ചുകൊണ്ടിരിക്കെ ശനിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. പന്തുകൊണ്ട് അസ്വസ്ഥത അനുഭവപ്പെട്ട മാധവനെ സഹകളിക്കാർ ചേർന്ന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പെരുമ്പിലാവ് ആൽത്തറ ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 7000 രൂപയോളം നഷ്ടപ്പെട്ടു. ക്ഷേത്രം ജീവനക്കാരൻ ഓഫീസ് തുറക്കുവാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. ഓഫീസിന്റെ വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത്. അലമാര തകർത്തതിനു ശേഷം ഷെൽഫിൽ സൂക്ഷിച്ചിരുന്ന 7000 രൂപയോളമാണ് കവർന്നിട്ടുള്ളത്. ഓഫീസിനോട് ചേർന്നുള്ള ക്ഷേത്രത്തിലെ പാത്രങ്ങളും പൂജാ സാമഗ്രികളും സൂക്ഷിക്കുന്ന മുറിയുടെ വാതിൽ പൊളിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഓട് പൊളിച്ച് ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിലും ഭണ്ഡാരങ്ങളോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ക്ഷേത്രം ട്രഷറർ ശിവപ്രസാദ് പറഞ്ഞു. അതിരപ്പള്ളി പഞ്ചായത്തിലെ വീരാൻകുടി, അരേക്കാപ്പ് ഉന്നതികളിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനം നടത്തി. കാലവർഷം രൂക്ഷമാകുമ്പോൾ പ്രദേശവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായിരുന്നു സന്ദർശനം. മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് വീരാൻകുടി ഉന്നതിയിലെ നിവാസികൾ ഞണ്ടുചുട്ടാൻ പാറയിൽ താൽക്കാലിക കുടിൽ കെട്ടി താമസം തുടങ്ങിയിരുന്നു. ഇവിടെ വസിക്കാൻ അനുയോജ്യമാണോ എന്ന് പരിശോധിക്കാൻ ജിയോളജിസ്റ്റ് അടക്കമുള്ള സംഘത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അരേക്കാപ്പ് ഉന്നതിയിൽ നിലവിൽ 28 കുടുംബങ്ങളാണുള്ളത്. എത്ര പേർ പോകാൻ തയ്യാറാണെന്ന് അറിയാൻ ഊരുകൂട്ടം ചേർന്ന് തീരുമാനമെടുക്കാൻ നിർദ്ദേശം നൽകി. മാരംകോടും വെറ്റിലപ്പാറയുമാണ് പ്രദേശവാസികൾ മാറി താമസിക്കുന്നതിന് ആവശ്യപ്പെട്ടത്. അനുയോജ്യമായ ഭൂമി കണ്ടെത്തി ഇവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ഈ സ്ഥലങ്ങളിലും ഉടനെ പരിശോധന നടത്താൻ വനം, ജിയോളജിസ്റ്റ് ഉൾപ്പെട്ട സംഘത്തിന് നിർദ്ദേശം നൽകി. ഊരുമൂപ്പൻ മറ്റ് ജനപ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തി ഇവരുടെ സമ്മതത്തോടെയാണ് പരിശോധന നടത്തുക. തുടർന്ന് മാറി താമസിക്കാൻ തയ്യാറാകുന്നവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. തുടർന്ന് മലക്കപ്പാറയിലെ ട്രൈബൽ OP ക്ലിനിക്കും സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ക്ലിനിക്ക് തുടർന്നും പ്രവർത്തിപ്പിക്കുന്നതിനുള്ള നടപടികളും ഉടൻ സ്വീകരിക്കും. ഗതാഗത സൗകര്യം, ബാങ്കിംഗ് സൗകര്യം, അക്ഷയ സെന്ററുകൾ ഉണ്ടാവണമെന്ന ആവശ്യങ്ങളും മലക്കപ്പാറ നിവാസികൾ മുന്നോട്ടുവച്ചു. ഇത്തരം അപര്യാപ്തതകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. മലക്കപ്പാറയിൽ നിന്ന് താഴേക്ക് ചെങ്കുത്തായ നടപ്പാതയിലൂടെ 4.5 കിലോമീറ്റർ സഞ്ചരിച്ചാണ് കളക്ടറും സംഘവും എത്തിയത്. സന്ദർശനത്തിൽ അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആതിര ദേവരാജ്, വൈസ് പ്രസിഡന്റ് സൗമിനി ലാൽ, വാർഡംഗം നാഗലപ്പൻ, മലയാറ്റൂർ DFO കുറ ശ്രീനിവാസ്, ജില്ലാ പട്ടികവർഗ വികസന ഓഫീസർ ഹെറാൾഡ് ജോൺ, തഹസിൽദാർ മജീദ്, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ, മറ്റു വനം, റവന്യൂ, പോലീസ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് TCV. വനന്തരപ്പള്ളിയിൽ അനധികൃതമായി മദ്യവിൽപ്പന നടത്തിയ 2 പേരെ എക്സൈസ് സംഘം പിടികൂടി.
വേലുപ്പടം സ്വദേശി പണ്ടാരപ്പറമ്പിൽ ക്രിസ്റ്റി, വരന്തരപ്പള്ളി പൌണ്ട് സ്വദേശി കടുകപ്പറമ്പിൽ മനോജ് എന്നിവരെയാണ് തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. ഓട്ടോറിക്ഷയിൽ മദ്യവിൽപ്പന നടത്തുന്നതിനിടയിലാണ് ക്രിസ്റ്റി പിടിയിലായത്. ഇയാളിൽ നിന്ന് 4 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം എക്സൈസ് പിടിച്ചെടുത്തു. മദ്യവിൽപ്പന നടത്തിയ ഓട്ടോറിക്ഷ കസ്റ്റഡിയിലെടുത്തു. വരന്തരപ്പള്ളി കുട്ടോലിപ്പാടത്ത് നിന്നാണ് 7 ലിറ്റർ വിദേശമദ്യവുമായി മനോജിനെ എക്സൈസ് പിടികൂടിയത്. അനധികൃത മദ്യവിൽപ്പന നടത്തുന്നുവെന്ന രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം ഇരുവരെയും ഏറെ നാളായി നിരീക്ഷിച്ചു വരികയായിരുന്നു. മുൻപ് പലതവണ മദ്യവിൽപ്പന നടത്തിയതിന് ക്രിസ്റ്റി പിടിയിലായിട്ടുണ്ട്. വരന്തരപ്പള്ളി മേഖലയിൽ അനധികൃത മദ്യവിൽപ്പന വ്യാപകമാണെന്നും വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും എക്സൈസ് അറിയിച്ചു. തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ വത്സൻ, ഗിരീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. 5.38 ഗ്രാം MDMA-യുമായി യുവാവിനെ തൃശൂർ റൂറൽ ജില്ലാ ഡാൻസ് അപ്പ് ടീമും ചേർപ്പ് പോലീസും ചേർന്ന് പിടികൂടി. ഗുരുവായൂർ സ്വദേശി പയ്യപ്പാട്ട് വീട്ടിൽ ആദർശിനെയാണ് അമ്മാടത്ത് നിന്ന് അറസ്റ്റ് ചെയ്തത്. ചേർപ്പ് SI-മാരായ ശ്രീലാൽ, ഗിരീഷ് എന്നിവരും മയക്കുമരുന്ന് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സഞ്ചാരി യാത്രകളും മാറുന്ന യാത്രാ സാഹിത്യവും എന്ന വിഷയത്തിൽ സാഹിത്യ സംവാദം സംഘടിപ്പിച്ചു. ചേറൂർ സാഹിതിയിൽ നടന്ന സംവാദം സഞ്ചാര സാഹിത്യകാരൻ MK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്തെ കണ്ണു തുറന്ന് കാണുകയും അവിടത്തെ ജീവിതത്തെ കറയില്ലാതെ വിവരിക്കുകയും ചെയ്യുക എന്ന പ്രാഥമിക കർമ്മത്തിൽ നിന്നും സഞ്ചാര സാഹിത്യം മാറിയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇപ്പോഴത്തെ സഞ്ചാര സാഹിത്യം കാഴ്ചപ്പാടുകളുടെയും പഠനങ്ങളുടെയും വിളനിലമാണെന്നും എന്നാൽ സഞ്ചാര സാഹിത്യ കൃതികൾ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നത് ദുഃഖകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ലിറ്റററി ഫോറം സെക്രട്ടറി PRK ചേനം അധ്യക്ഷത വഹിച്ചു. സഞ്ചാര സാഹിത്യകാരന്മാരായ CR ദാസ്, ഡോക്ടർ ഹരികൃഷ്ണൻ, രാജു റാഫേൽ, CP ശ്രീരേഖ എന്നിവർ പ്രഭാഷണങ്ങൾ അവതരിപ്പിച്ചു. ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ, രാജലക്ഷ്മി മാനടി എന്നിവർ സംസാരിച്ചു. അഖില കേരള എഴുത്തച്ഛൻ സമാജത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആദരണീയം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. എഴുത്തച്ഛൻ സമാജം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി TA രവീന്ദ്രൻ, അഡ്വക്കേറ്റ് MA കൃഷ്ണനുണ്ണി, പ്രൊഫസർ TB വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്ഥിരം തല മൊട്ടയടിച്ച് മുഖമുദ്രയാക്കിയവർ തൃശൂരിൽ ഒത്തുകൂടി. ഇതാദ്യമായാണ് തല മൊട്ടയടിച്ചവർ സംഘടന രൂപീകരിച്ച് ഒത്തുകൂടിയത്. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ കോമഡി താരം സജീഷ് കുട്ടനല്ലൂരിന്റെ നേതൃത്വത്തിലാണ് മൊട്ടത്തലയന്മാർ ഒത്തുകൂടിയത്. സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണമാണ് തല മൊട്ടയടിച്ചവരെ ഒരുമിപ്പിച്ചത്. നിരവധി പേരാണ് സംഘടനയിൽ അംഗമാകാൻ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. തൃശൂരിൽ നടന്ന കൂട്ടായ്മയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മൊട്ടത്തലയന്മാരുടെ ആഗോള സംഗമം എറണാകുളം മറൈൻ ഡ്രൈവിൽ നടത്താനുള്ള ഒരുക്കത്തിലാണ് സംഘാടകനായ സജീഷ് കുട്ടനല്ലൂർ. മൊട്ടത്തലയന്മാരുടെ സംഗമത്തിന് പിന്തുണയുമായി ചലച്ചിത്ര നടൻ രമേശ് പിഷാരടിയുമുണ്ട്. തൃശൂരിൽ നടന്ന പ്രഥമ മൊട്ടത്തലയന്മാരുടെ സംഗമത്തിൽ 50ഓളം പേരാണ് പങ്കെടുത്തത്. TCV ന്യൂസ്, തൃശൂർ. കൈപ്പൊങ്കല് 3 വീടികയിൽ നടക്കുന്ന 31ാമത് ജില്ലാ സാഹിത്യോത്സവ് കേരള സാഹിത്യ അക്കാദമി മുൻ പ്രസിഡന്റ് വൈശാഖൻ ഉദ്ഘാടനം ചെയ്തു. SSF ജില്ലാ ഫിനാൻസ് സെക്രട്ടറി മുനീർ ഖാദിരി അധ്യക്ഷത വഹിച്ചു. SSF സംസ്ഥാന പ്രസിഡന്റ് ഫിർദൌസ് സക്കാഫി, SYS ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീർ എറിയാട്, സ്വാഗത സംഘം ചെയർമാൻ PK ബാവ ദാരിമി, PA മുഹമ്മദ് ഹാജി, EK മുസ്തഫ കൈപ്പമംഗലം, വ്യാപാരി വ്യവസായ ഏകോപന സമിതി 3 വീടിക യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ, ജില്ലാ സെക്രട്ടറി അനസ് ചൊക്കന തുടങ്ങിയവർ സംസാരിച്ചു. CPI നേതാവായിരുന്ന KP പ്രഭാകരന്റെ 15ാമത് ചരമവാർഷിക ദിനം ആചരിച്ചു. അന്തിക്കാട് ചടയമുറി സ്മാരകത്തിൽ നടന്ന അനുസ്മരണ യോഗം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. CPI സംസ്ഥാന കൌൺസിൽ അംഗം VS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. CC മുകുന്ദൻ MLA, CPI ദേശീയ കൌൺസിൽ അംഗങ്ങളായ CN ജയദേവൻ, KP രാജേന്ദ്രൻ, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, CPI സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ ഷീല വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഇല്ലംനിറ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. 200-ലേറെ നെൽക്കതിർ കറ്റുകൾ നാലമ്പലത്തിനകത്ത് നമസ്കാര മണ്ഡപത്തിൽ അരവണപ്പലകയിൽ അരിമാവണിഞ്ഞ് നാക്കില വെച്ച് ദശപുഷ്പങ്ങളും ആലില, മാവില, ഇല്ലി, നെല്ലി, അത്തി, ഇത്തി, അരയാൽ, പേരാൽ എന്നീലകൾക്ക് മീതെ പൂജിക്കുവാനുള്ള നെൽക്കതിർ കറ്റുകൾ വെച്ചതിന് ശേഷം ശ്രീ ഭഗവതിയെ ആവാഹിച്ച് പൂജിച്ചു. മേൽശാന്തി മുല്ലനേഴി ദിലീപൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പൂജിച്ച നെൽക്കതിർ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. വിശേഷാൽ നിവേദ്യമായ തൃപ്പൂത്തിരി പായസം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ് എന്നിവർ നേതൃത്വം നൽകി.
കുടുംബശ്രീ ബാലസഭ അംഗങ്ങൾക്കായി ശുചിത്വോത്സവത്തിന്റെ ഭാഗമായി മാലിന്യ സംസ്കരണം സംബന്ധിച്ച് പ്രബന്ധ മത്സരം സംഘടിപ്പിച്ചു. മോഡൽ ബോയ്സ് സ്കൂളിൽ നടന്ന പ്രബന്ധ മത്സരത്തിൽ നിന്ന് 15 പേരെ സംസ്ഥാനതല മത്സരങ്ങളിലേക്ക് തെരഞ്ഞെടുത്തു. 78 വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സമ്മാനദാനം നിർവഹിച്ചു. കുടുംബശ്രീ ജില്ലാ അസിസ്റ്റന്റ് മിഷൻ കോർഡിനേറ്റർ KK പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KK മനോജ്, കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർമാരായ ആദർശ് P ദയാൽ, വിനീത AK, റിസോഴ്സ് ചെയർപേഴ്സൺ വിദ്യ എന്നിവർ സംസാരിച്ചു. വാണിജ്യം. ക്രിക്കറ്റിൽ മികച്ച പരിശീലനത്തിന് അവസരമൊരുക്കി ചിറ്റിലപ്പള്ളി സ്വദേശി ലിബിൻ ജേക്കബ് ആരംഭിക്കുന്ന എലൈറ്റ് ക്രിക്കറ്റ് അക്കാദമിയുടെ ഉദ്ഘാടനം നടന്നു. IAS എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അനിൽകുമാർ KA എലൈറ്റ് ക്രിക്കറ്റ് അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. IAS എഡ്യൂക്കേഷൻ സിറ്റി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ് അധ്യക്ഷത വഹിച്ചു. ചിറ്റിലപ്പള്ളി സെന്റ് റീതാസ് ചർച്ച് വികാരി ഫാദർ ജോളി ചിറമ്മൽ ക്രിക്കറ്റ് നെറ്റ്സിന്റെ ആശീർവാദം നിർവഹിച്ചു. അടാട്ട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിപിൻ KV, IAS എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബ്രില്ലി സംഗീത, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ ഷാജു K. പോൾ, ചിറ്റിലപ്പള്ളി ക്രിക്കറ്റ് അക്കാദമി ഉടമ സലേഷ്യസ് CJ, BCCI നാഷണൽ പാനൽ അമ്പയർ നിധിൻ മുരളി K എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. എലൈറ്റ് ക്രിക്കറ്റ് അക്കാദമി MDയും ചെയർമാനുമായ ലിബിൻ ജേക്കബ് സ്വാഗതവും എലൈറ്റ് ക്രിക്കറ്റ് അക്കാദമി കോച്ചും കായിക അധ്യാപകനുമായ നിതീഷ് KD നന്ദിയും പറഞ്ഞു. 5 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ക്രിക്കറ്റിൽ മികച്ച പരിശീലനത്തിനുള്ള അവസരമാണ് ലിബിൻ ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള എലൈറ്റ് ക്രിക്കറ്റ് അക്കാദമി ഒരുക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 8921332088. വായനക്കാർക്ക് പുസ്തകലോകം സമ്മാനിച്ച് HNCയുടെ മെഗാ ബുക്ക് ഫെയർ തൃശൂരിൽ ആരംഭിച്ചു. ദേശഭാഷ വ്യത്യാസമില്ലാതെ എഴുത്തിന്റെയും സാഹിത്യത്തിന്റെയും അറിവിന്റെയും ലോകത്തേക്ക് പുസ്തകങ്ങളുടെ ബൃഹത് ശേഖരമൊരുക്കി വായനക്കാരെ ക്ഷണിക്കുകയാണ് തൃശൂർ പാറമേക്കാവ് അഗ്രശാലയിൽ ആരംഭിച്ച HNCയുടെ മെഗാ ബുക്ക് ഫെയർ. ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, ചിൽഡ്രൻസ് വിഭാഗങ്ങളിലെ പുസ്തകങ്ങളുടെ പ്രത്യേകം ശേഖരം, ആവശ്യക്കാർ ഏറെയുള്ള പുസ്തകങ്ങളുടെ എക്സ്ക്ലൂസീവ് കളക്ഷനുകൾ എന്നിങ്ങനെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലെ 200ഓളം പ്രസാധകരുടെ 2 ലക്ഷത്തിൽ പരം പുസ്തകങ്ങളാണ് പുസ്തക വായനാ പ്രേമികൾക്കായി HNC സജ്ജമാക്കിയിരിക്കുന്നത്. മലയാളത്തിലെ ചെറുതും വലുതുമായ പ്രസാധകരുടെ എല്ലാ പുസ്തകങ്ങളും മേളയിൽ ലഭ്യമാണ്. മലയാളം പുസ്തകത്തിന് 20%, ഇംഗ്ലീഷ് പുസ്തകത്തിന് 15% ഉൾപ്പെടെ 50% വരെ ഡിസ്കൗണ്ടും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾക്കായി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന എഡ്യൂക്കേഷണൽ ടോയ് ശേഖരവും മേളയുടെ സവിശേഷതയാണ്. നിരവധി വിദേശികളടക്കമുള്ളവർ പുസ്തകങ്ങൾ സ്വന്തമാക്കാൻ ഇതിനോടകം മേളയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. പുസ്തകമേളയുടെ ഭാഗമായി വരും ദിവസങ്ങളിൽ പുസ്തക പ്രകാശനങ്ങളും നടക്കും. എല്ലാ ദിവസവും രാവിലെ 9:30 മുതൽ രാത്രി 8 വരെയാണ് മേള നടക്കുന്നത്. മെഗാ ബുക്ക് ഫെയർ ഈ മാസം 28-ന് സമാപിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9072023335. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6430 രൂപ, പവന് 51,440 രൂപ, വെള്ളി ഗ്രാമിന് 88 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3130 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ചേലക്കര നിയോജക മണ്ഡലത്തിലേക്ക് നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് നിർണായകമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സംസ്ഥാനത്ത് നികുതി വർദ്ധിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് VD സതീശൻ. തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ ഇലക്ട്രിക് കടയിൽ തീപിടുത്തം. ലൈറ്റിംഗ് ഫാക്ടറി എന്ന കടയ്ക്കാണ് തീപിടിച്ചത്. 2ാം ഘട്ട നവീകരണ പ്രവൃത്തികൾ പൂർത്തിയായി ആകാശപാത ഉടൻ തുറന്നു നൽകും. AC ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള ആധുനിക സജ്ജീകരണങ്ങളോടെയാണ് ആകാശപാതയുടെ 2ാം വരവ്.
പുലിക്കളി ഒഴിവാക്കിയ തൃശൂർ കോർപ്പറേഷന്റെ തീരുമാനത്തിനെതിരെ പുലിക്കളി സംഘങ്ങൾ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന സംയുക്ത സമിതി. കുമ്മാട്ടി മഹോത്സവം നടത്താൻ തൃശൂരിൽ ചേർന്ന ഒരു വിഭാഗം കുമ്മാട്ടി കൂട്ടായ്മ യോഗത്തിൽ തീരുമാനം. തൃശൂരിൽ ആഭരണ നിർമ്മാണ തൊഴിലാളികളെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ 2 പേർ കൂടി പിടിയിലായി. മൂലമറ്റം സ്വദേശികളായ നന്ദു ദീപം, സാംസൺ പീറ്റർ എന്നിവരാണ് പിടിയിലായത്. പോലീസിനെ വെട്ടിച്ചു രക്ഷപ്പെട്ട മയക്കുമരുന്ന് കേസിലെ പ്രതി അജിത് കിഷൻ പെരേര നേവിയുടെ പിടിയിലായി. ബോട്ടിൽ ശ്രീലങ്കയിലേക്ക് കടക്കുന്നതിനിടയിലാണ് പ്രതി പിടിയിലായത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.